നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ നിയമനങ്ങൾ എന്നതിനെ പറ്റിയാണ്. ഞാൻ എസ് കാച്ചുപള്ളി. ഇടതുപക്ഷ സർക്കാർ ഭരണവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളാണ് കേൾക്കുന്നത്. അതിലൊന്നാണ് കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതീക്ഷയായിരുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ നിയമനങ്ങളിലെല്ലാം അവർക്ക് കഴിയും വിധം അഴിമതിയും സ്വജനപക്ഷാതവും നടത്തി എന്നുള്ളത്. ലോകത്തൊരിടത്തും കേട്ടുകേൾവില്ലാത്ത വിധം ഉയർന്ന ശമ്പളവും മറ്റും നൽകി PSC അംഗങ്ങളെ ആവശ്യത്തിലധികം നിയമിച്ചും തൊഴിലില്ലായ്മ പരിഹരിക്കാനാണ് മറ്റ് പല സർക്കാരുകളെ പോലെ ഇടതുപക്ഷ സർക്കാരും ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊരു കഥ ധാരാളം പേർ പാടിപ്പതിഞ്ഞതാണ്. കേൾക്കാത്തവർക്കായി പറയുകയാണ്. തവളയെ ചൂടുവെള്ളത്തിലിട്ടാൽ അതിൽ നിന്നും തവള ചാടിയേ രക്ഷപ്പെടും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ തവളയെ വെള്ളത്തിലിട്ട് ചൂട് ക്രമേണ കൂട്ടിക്കൊടുത്തുകൊണ്ടിരുന്നാൽ തവള അതിൻ്റെ ശരീരം ചൂടുമായിട്ട് ക്രമീകരിക്കുകയും അവസാനം ചൂട് താങ്ങാനാവാതെ ചാടി രക്ഷപ്പെടുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടാൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളെല്ലാം തന്നെ കഥകളെല്ലാം തരുന്ന സൂചിക കേരള ജനതയെ ഒരു തവളയായി കണ്ട് ചൂടുവെള്ളത്തിൽ നേരിട്ടിടാതെ സാവധാനം ക്രമാനുസൃതമായ ചൂട് കൊടുത്ത് കേരളം കുപ്പിത്തൊട്ടിലാക്കി മാറ്റി എന്നതാണ്. തീർച്ചയായും ഇതൊന്നും ഇടതുപക്ഷ സർക്കാർ മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല. അവർക്ക് അങ്ങനെയൊക്കെ പെരുമാറാനേ അറിയൂ എന്നതാണ് അതിന് ഒരു കാരണമായി പറയാനുള്ളത്. കേരളത്തിൽ ലഭ്യമായതും സുഖലോലുപതയെ പുൽകാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവർക്കും എന്നും പ്രചോദനവും മാർഗദൈവമായിട്ടുള്ളതാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും. ഇവിടങ്ങളിലെ നിയമനങ്ങൾ ആസൂത്രിതമായി അട്ടിമറിക്കാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ നിയോഗിക്കുന്നവർ വളരെ ആസൂത്രിതമായി ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തു എന്ന് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സംഭാവനകളിൽ തൊഴിൽ രംഗത്തെ പറ്റി എടുത്തു പറയാനുള്ളത്, ആറൊക്കെ ശമ്പളം നൽകുന്ന ജോലികളൊക്കെ തങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാർക്കോ ഉള്ളതാണ് എന്ന തോതിലായിരുന്നു ഈ കാലയളവിൽ നിന്ന് നിയമനങ്ങൾ എന്ന് കാണാവുന്നതാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും സർക്കാർ കോളേജുകളിലുമൊക്കെ തങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ പ്രൊഫസർമാരെയോ അസിസ്റ്റന്റ് പ്രൊഫസർമാരെയോ പ്രതിഷ്ഠിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ വിജയിച്ചു എന്ന് ഈ കാലഘട്ടത്തിൽ തന്ന പലവിധ നിയമനങ്ങളും കോടതി മുഖാന്തരവും അല്ലാതെയും നമുക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കേൾക്കുകയാണ്. കൊച്ചിയിലെ കോറോ ഹെൽത്ത് എന്ന സ്ഥാപനത്തിലെ 500ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്നത് കാലത്ത് ജോലിക്ക് വന്നവർക്കിടയിൽ മൈക്ക് വെച്ച് അവരുടെ പേരുകളൊന്നൊന്നായി വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ സേവനം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നതാണ്. രസകരമെന്ന് പറയട്ടെ, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമെന്നോ തൊഴിൽ ലഭ്യത കൂടുതലുള്ള രാജ്യങ്ങളിലെന്നോ പറയാവുന്നിടത്തൊക്കെ ഇപ്രകാരമാണ് തന്നെയാണ് നടക്കുന്നത്. എന്നിട്ടും ഇത്തരം ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെയും അവിടുത്തെ MLA-യുടെയും ഒക്കെ കണ്ണു നിറഞ്ഞു പോകുന്നത് കേരളത്തിൽ മറ്റൊരു തൊഴിൽ കണ്ടെത്താൻ സാധ്യതയില്ലാത്ത വിധം നമ്മളെ തവളയെ പോലെ പരുവപ്പെടുത്തിയിരിക്കുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് KSRTC-യിൽ സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ കേരളീയൻ്റെ നെറ്റി ചുളിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കേരളീയൻ്റെ നെറ്റി ചുളിയുന്നത്. സൗജന്യം കൊടുക്കുന്ന കാശ് സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുക്കൾക്കും അച്ഛന്മാർക്കും കൊടുക്കരുതോ എന്ന ചിന്ത ഇടതുപക്ഷത്തെ ഇപ്പോഴും വേട്ടയാടുന്നു എന്നതാണ് സത്യം. പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനങ്ങൾ നടത്തുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അവിടങ്ങളിലെല്ലാം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയത് പുതുതായി വന്ന സർക്കാർ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളീയനും തവളയുടെ അവസ്ഥ തന്നെ പ്രതീക്ഷിച്ചാൽ മതിയാം. പുതിയ സർക്കാർ വന്നു എന്ന് കരുതി പുതുതായി വന്ന സർക്കാർ ഈ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയത് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളീയനും തവളയുടെ അവസ്ഥ തന്നെ പ്രതീക്ഷിച്ചാൽ മതിയാവും.
ചുരുക്കത്തിൽ കോറോ ഹെൽത്ത് എന്ന സ്ഥാപനത്തിലെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയില്ല എന്നും ഭാവിയിലെ തൊഴിൽ സാധ്യതയുടെ രൂപവും ഭാവവും ഇത്തരം പിരിച്ചുവിടലിൻ്റെ ആരംഭമാണെന്നും കേരളം തിരിച്ചറിയണം. അല്ല എങ്കിൽ ഖജനാവ് കാലിയാകുമ്പോഴും സർക്കാർ ജീവനക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും രാഷ്ട്രീയ മേഖലയിലെ നേതാക്കളുടെ അച്ഛന്മാർക്കും കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ചുരുക്കം. കേരളത്തിലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒഴിവ് വന്നിടങ്ങളിലെല്ലാം നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പുതിയ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത് 21-ാം നൂറ്റാണ്ടാണെന്നും പേനയും മഷിയുമൊന്നും കടിച്ചിട്ടില്ലാത്ത ബ്രിട്ടീഷ് ഭരണാളുകളെ ഓർമ്മിപ്പിക്കുന്ന ജീവനക്കാരുടെ പെരുപ്പം ബാഹുല്യമാണ് കേരളം നേരിടുന്നതെന്നും കേരള ജനത തിരിച്ചറിയേണ്ടത് സമയം അതിക്രമിച്ചിരിക്കുന്നു. കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അവസരമൊരുക്കുക എന്നത് തന്നെയാണ് പുതിയ സർക്കാർ നേരിടുന്ന ചലഞ്ച്. പുതിയ തൊഴിൽ സാധ്യതകൾ വേണമെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ തവളയെപ്പോലെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള മനക്കരുത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, പുതിയ സർക്കാരിന് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ സംരംഭകർക്ക് അനുയോജ്യമായ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സംരംഭകർക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കാൻ പുതിയ സർക്കാർ വഴിയൊരുക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴും ജാതിപാൽ കാണിച്ച് സംവരണം എന്നൊക്കെ പറഞ്ഞ കേരള ജനതയെ തവളയുടെ കൂട്ടത്തിൽ പ്രതിഷ്ഠിക്കാൻ കേരളത്തിലെ DYFI പോലുള്ള സമൂഹം വന്നെന്നിരിക്കാം. കൂട്ടത്തിൽ പറയട്ടെ, കേരളീയൻ്റെ ആദ്യ അനുഭവം എന്ന നിലയിൽ കഴിയുന്നിടത്തോളം കോറോ ഹെൽത്ത് സ്ഥാപനങ്ങളിൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടി വരുന്നവരെ സമാനമായ സ്ഥാപനങ്ങളിൽ നിയമനമൊരുക്കാൻ സാധിക്കാനും കഴിയേണ്ടിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചോളം ഇത്തരം ആദ്യ അനുഭവം എന്ന നിലയിൽ കോറോ ഹെൽത്ത് സ്ഥാപനങ്ങളിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നവരെ സമാനമായ സ്ഥാപനങ്ങളിൽ നിയമനമൊരുക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.